സഹൻ, അതുപോലെ ഈ മീറ്റിംഗ് വർഷിപ്പ് ചെയ്യുന്ന പ്രസാദ് പാസ്റ്റർ, എല്ലാവർക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഇന്ന് ഈ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 9 മണി വരെയുള്ള സമയമാണ് നമുക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനായിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റ്. ഈ 40 മിനിറ്റ്സിൽ ഒരു കൊച്ചു ചിന്ത നിങ്ങളുടെ മനസ്സിലോട് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ മെസ്സേജ് കേൾക്കണം എന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം. ഞാൻ വായിക്കാം. 12 അധ്യായം, അതിൻ്റെ 13 മുതലുള്ള വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ ബൈബിൾ തുറന്ന് ആ ബൈബിൾ ഭാഗം ഒന്ന് നോക്കിയാൽ മതി. എല്ലാവരും നോക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം ചാപ്റ്റർ 12 വേഴ്സസ് 13, 14 and 15. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോടെന്ന് പറഞ്ഞാൽ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ വലിയൊരു മിനിസ്റ്റർ നടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയാണ്, യേശുവേ, എൻ്റെ സഹോദരനോട് പറയണം ഞാനുമായിട്ട് അവകാശം പകുതി ചെയ്യാൻ പറയണം എന്ന് പറയും. അടുത്ത വാക്യം 14-ാമത്തെ വാക്യം. അവൻ മീൻസ് ഈ ആവശ്യം യേശുവിനോട് ഉന്നയിച്ച ആളോട് യേശു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. കാരണം ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, ഇതൂടെ ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞാൽ വസ്തു വീതം വെക്കുന്ന കാര്യത്തിനകത്തും ഞാൻ ഇടപെടണോ? അങ്ങനെ എന്നെ ആരാണ് ആക്കിയെന്നാണ് യേശുവിൻ്റെ ചോദ്യം. അടുത്ത വാക്യം വേഴ്സ് 15. പിന്നെ അവരോട്, ഇതുവരെ അവർ തങ്ങളിൽ ഉള്ള കോൺവെർസേഷൻ ആയിരുന്നെങ്കിൽ ഇത് അദ്ദേഹത്തോടല്ല, പിന്നെ അവരോട് മീൻസ് യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്ന വലിയൊരു ഹ്യൂജ് ക്രൗഡ് അവിടെ ഉണ്ട്. അവരോട് പറയാണ്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വാക്യത്തിൽ നിന്ന് നിങ്ങളോടുമായി പങ്കുവെക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യമാണ്, നിത്യജീവന് ആധാരം എന്ത് എന്നുള്ളതാണ്. വസ്തുവകയല്ല എന്നുള്ളത് തമ്പുരാൻ പറയുന്നുണ്ട്. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരം. അപ്പം പിന്നെ എന്താണ് ജീവനാധാരം? നിത്യജീവനാധാരം എന്താണ്? ഇന്ന് അടുത്തൊരു 40 മിനിറ്റ് കൊണ്ട് അത് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ള മെസ്സേജാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എല്ലാവരും ഇത് കേൾക്കണം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ആരുമില്ല ഈ ഭൂമിയിൽ. ഇപ്പോൾ ഈ സൂമിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാരും അടുത്ത 100 വർഷം കഴിയുമ്പോൾ കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മീറ്റിങ്ങിനകത്തുള്ളതിൽ ഏറ്റവും പ്രായം കുറവ് അജിത് ബ്രദറിൻ്റെ മകനാണെന്നാണ് എൻ്റെ ചിന്ത. ആ മോനിപ്പോൾ 10 വയസ്സുണ്ടെങ്കിൽ അടുത്ത 100 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 110 വയസ്സാണ്. 110 വയസ്സ് വരെ ഈ ഭൂമിയിൽ ആരെങ്കിലും കാണുമോ? എനിക്കറിയില്ല. 70 വർഷം, മാക്സിമം 80 വർഷം, അല്ലെ 90. 100 വർഷം എന്നൊക്കെ പറഞ്ഞ വളരെ പ്രയാസമുള്ള കാര്യം. അപ്പം അടുത്ത 100 വർഷം ദോഹയിൽ നമ്മൾ ആരുമില്ല. മീൻസ് ഇപ്പം ഈ ദോഹയിൽ ജീവിക്കുന്നവരാരും തന്നെ അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ദോഹയിൽ ഇല്ല. പിന്നെ വേറെ ആൾക്കാരൊക്കെ താമസിക്കും. നമ്മളിപ്പോൾ പാർക്കുന്ന വീട് ഒരുപക്ഷെ കാണത്തില്ല. ഒരു അപ്പാർട്ട്മെൻറ്റിൽ, ഒരു ഫ്ലാറ്റിൻ്റെ ഒക്കെ ആയുഷ്കാലം എന്ന് പറയുന്നത് മാക്സിമം 50 വർഷമാണ്. അതിനപ്പുറം നിൽക്കത്തില്ല, അത് പൊളിച്ചു കളയും. അപ്പം നമ്മളിപ്പോൾ പാർക്കുന്ന വീട് അന്ന് കാണത്തില്ല. നാട്ടിൽ വെച്ചേക്കുന്ന വീടിൻ്റെ ഡ്യൂറേഷൻ 35 വർഷമാണ് മാക്സിമം. അപ്പം 100 കൊല്ലം കഴിയുമ്പോൾ പിള്ളേർ 3ാമത്തെ വീടായിരിക്കും വെക്കുന്നത്. നമ്മുടെ ഫോട്ടോ പോലും കാണത്തില്ല. കാരണം ഒരു വീട് മാറുമ്പോൾ ഒരു താല്പര്യത്തോടെ എടുത്തു വെക്കുന്നു, പക്ഷേ അടുത്ത വീട്ടിലോട്ട് പോകുമ്പോൾ പഴയതൊക്കെ എടുത്ത് വെക്കുമോ അറിയത്തില്ല. അങ്ങനെ വെക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലൊന്നും നമ്മുടെ വല്യപ്പച്ചന്മാരുടെ ഫോട്ടോ ഇല്ല. അപ്പൻ്റെ ഫോട്ടോ ഉണ്ടാവാം, അപ്പൻ്റെ കാണും, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഇല്ലല്ലോ, നമുക്ക് അദ്ദേഹത്തെ അറിയത്ത് പോലുമില്ല. 100 കൊല്ലം മുമ്പത്തെ ദോഹയിലെ പിക്ചർ നമ്മൾ പറയത്തില്ലയോ, ഇതാണ് 100 കൊല്ലം മുമ്പത്തെ ദോഹ എന്ന് പറയുന്ന പോലെ 100 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളെക്കുറിച്ച് പറയും. ഇങ്ങനെ റിജോയ്സ് മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, അന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഫോട്ടോയും നമ്മുടെയൊക്കെ പിക്ചർ അന്നത്തെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും അവർ കാണുക എന്ന് പോലും അറിയത്തില്ല. നമ്മളിവിടെ ഇല്ല, ഈ ഭൂമിയിൽ നമ്മളില്ല, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇതിനപ്പുറം എന്താണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കേണ്ട സമയമാണ് ഈ സമയം. ഇതിനപ്പുറം എന്തായാലും നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു, തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നതെന്നാണ്. അപ്പം നമ്മളും ഇങ്ങനെ ആ ക്യൂവിലാണ്, നമ്മളെല്ലാം ആ ക്യൂവിലാണല്ലോ. അപ്പം ഇതിന് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തത് എന്താണെന്നുള്ളതിനെക്കുറിച്ച്
ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ആ സമയത്ത് വലിയ ദുഃഖവും നിലവിളിയും മുറവിളിയൊക്കെ ഉണ്ടാകുന്ന ബൈബിൾ പറയുന്നുണ്ട്. അത് ഈ റിഗ്രറ്റ് ചെയ്യുക എന്ന് പറയും, ഖേദിക്കുക. അയ്യോ അന്ന് പറ്റിയില്ലല്ലോ, അന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നൊക്കെയുള്ള അത് എനിക്ക് സാധ്യമായില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ആ ദുഃഖവും മുറവിളിയൊക്കെ. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ഒരു പ്രസംഗമാണ് വിഷയം. യേശുവിൻ്റെ പ്രസംഗ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗണ്ട് സിസ്റ്റം ഇല്ല. ഇപ്പം ഞാൻ എത്ര സ്മൂത്തായിട്ടാണ് പറയുന്നറിയാം. ജിമ്മച്ചാൻ നല്ല സ്മൂത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നാട്ടിലെ പ്രസാദവാസിൻ്റെ വർഷിപ്പ് എത്ര മനോഹരമായിരുന്നു. അതിന് കാരണം ഈ സംവിധാനം ഉള്ളത് കൊണ്ടാണ്. 10 പേരോട് അല്ലെങ്കിൽ ഒരു സഭയോട് പ്രസംഗിക്കാൻ ഈ സൗണ്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം 3 4 കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വായിൽ നിന്ന് കാറ്റേ വരത്തുള്ളൂ. പക്ഷെ യേശുവിൻ്റെ പ്രസംഗം ആയിരങ്ങൾ തിങ്ങി നിൽക്കുമ്പോഴാണ്. 5000 പേരോട്, മല നിറയെ പുരുഷാരത്തോട് ഒക്കെയാണ്. ഇപ്പം എങ്ങനെയായിരിക്കും ഇതില്ലാതെ പ്രസംഗിച്ചേ? ഞാൻ ആ പാഠം പഠിച്ചപ്പോൾ യേശുവിൻ്റെ പ്രസംഗം ഒരു ഫുൾപിറ്റിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗമല്ലായിരുന്നു. പിന്നെ ജനത്തിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടുള്ള സംസാര പ്രസംഗങ്ങളായിരുന്നു. ഈ നടന്നു പോകുന്ന വഴിക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിനെ വിവേചിക്കും യേശു. അതിന് പറ്റും. നമുക്കറിയാം, ദൈവമാണ്, യേശു ദൈവമാണ്. അപ്പം ആ പ്രസംഗം പഠിച്ചാൽ, ഇപ്പം ഞാൻ വായിക്കാൻ വന്ന പ്രസംഗം പഠിച്ചാൽ തന്നെ ഓരോ വേർഡുകളും ഓഡിയൻസിനെ സ്കാൻ ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 2 കാര്യങ്ങൾ ഞാനിന്ന് പറയാം. 4-ാമത്തെ വാക്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. 4-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായും നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. 4-ാമത്തെ വാക്യം. അപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം? യേശുവിൻ്റെ കാലത്ത് യേശുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രശ്നം, യേശുവിനെ ഫോളോ ചെയ്തു പോയാൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, തങ്ങൾ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെട്ടു പോകുമോ, തങ്ങളെ ആൾക്കാരടിക്കുമോ എന്നൊക്കെയുള്ള വലിയ ഭയം അവർക്കുണ്ടായിരുന്നു. സമൂഹത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്രസംഗത്തിനിടയിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടെന്ന് തമ്പുരാൻ മനസ്സിലാക്കി. അന്ന് അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആ കുരുടനായ മനുഷ്യൻ്റെ അപ്പനെയും അമ്മയും യഹൂദന്മാർ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മോൻ തന്നെയാണോ? പറഞ്ഞാന്നു, ഞങ്ങളുടെ മോനാ. ആട്ടെ, ഇവൻ കാഴ്ചയില്ലാത്ത ആളായിരുന്നു. അവർ പറഞ്ഞാന്നു. ഇപ്പം അവന് കാഴ്ച കിട്ടിയല്ലോ. കിട്ടി. ഇതെങ്ങനെ കിട്ടി? ഉടനെ അവർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തൊട്ട് താഴത്തെ വാക്യത്തിൽ യേശുവാണ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞാൽ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ അമ്മയപ്പന്മാർ അങ്ങനെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ യേശു എന്ന് വാഗൊണ്ട് പോലും ഏറ്റു പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി. അതിൻ്റെ കാരണം സമൂഹത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് യേശു പറയാണ്, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ പേടിക്കരുത്. കാരണം ദേഹം ഇന്നല്ലെങ്കിൽ നാളെ പോകും. നിങ്ങളെ അടി കിട്ടുമെന്നോ ഒറ്റപ്പെടുത്തുമെന്നോ അങ്ങനെയുള്ളവരെ നിങ്ങൾ പേടിക്കരുത്. പിന്നെ ആരെ പേടിക്കണം? അടുത്ത വാക്യമാണ്, കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതാരാണ്? അത് ദൈവമാണ്. ആരെ ഭയപ്പെടണം എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആരെയാണ്? കൊല്ലുക മാത്രമല്ല, നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ തന്നെ നിങ്ങൾ ഭയപ്പെടുവിൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേടിക്കേണ്ട. മനുഷ്യർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കൊല്ലുക, അടിക്കുക മാത്രമാണ്. എന്നാൽ ദൈവത്തിന് കൊല്ലുക മാത്രമല്ല, നരകത്തിൽ തള്ളാനും പറ്റും. മനുഷ്യർക്ക് ആ അധികാരം കൊടുത്തിട്ടില്ല, ദൈവത്തിന് അതുണ്ട്. അപ്പൊ ആരെ ഭയപ്പെടണം? കൊല്ലുന്നവനെ പേടിക്കണോ, അതോ കൊന്നിട്ടും നരകത്തിൽ തള്ളുന്നവനെ പേടിക്കണോ? സ്തോത്രം. നമുക്കത് ചിന്തിക്കാം എന്ത് വേണം എന്നുള്ളത്. ഒന്ന്. ഇനി 2-ാമത്തെ കാര്യം, ഇങ്ങനെ പ്രസംഗിച്ച് പോകവേ കുറച്ചു പേരെ മനസ്സിലാക്കി, അത് മറ്റൊന്നുമല്ല, അവർക്ക് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോകുമോ, നന്മകൾ പോകുമോ, കിട്ടാതെ വരുമോ എന്നുള്ള ഭയം അവർ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 കാശിന് 5 കുരിലിനെ കൊടുക്കുന്നല്ലോ, 2 രൂപയ്ക്ക് 5 കുരികിൽ. ഓക്കെ, 50 പൈസ പോലും വരുന്നില്ല. അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ തലയിലൊരു മുടി പോലും, അടുത്ത വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ തലയിലൊരു മുടി പോലും എല്ലാം ഞാൻ എന്ത് ചെയ്തേക്കുന്നു? എണ്ണിയിരിക്കുന്നു. ആകയാൽ ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷത ഉള്ളവർ. മീൻസ് എന്നെ ഫോളോ ചെയ്ത് വന്നാൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. പേടിക്കണ്ട.
നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും ഞാൻ എണ്ണി വെച്ചേക്കുക. 2 കാശിന് 5 കുരികിൽ എന്ന് പറയുമ്പോൾ 50 പൈസ പോലും വാല്യൂ ഇല്ലാത്ത കുരികിലിനും ഞാൻ പാർപ്പിടം ഒരുക്കുന്നുണ്ട് അല്ലേ? സ്തോത്രം. ആമേൻ. 84 സംഘത്തിൽ വായിക്കുമ്പോൾ കുരികിൽ ഒരു വീടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടുന്ന എന്ന് പറഞ്ഞാൽ ദേവാലയത്തിനകത്ത് കുരികിലിനും ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. കുരികിൽ മീവൽ പക്ഷിയൊക്കെ വളരെ ചെറുതാണ്. ആ ചെറിയവയ്ക്കും ഒരു സ്ഥാനം ആലയത്തിനകത്തുണ്ടായിരുന്നു. അപ്പോ ആര് കരുതും എന്ന് വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ ഫോളോ ചെയ്താൽ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഇനി അവരെ നോക്കിയപ്പോൾ മൂന്നാമത്തെ ഒരു പ്രശ്നം കൊണ്ട് അവർ അലട്ടുന്നുണ്ട്. യഹൂദന്മാരാണ് ഇതിന്റെ ശ്രോതാക്കൾ. നിങ്ങൾക്കറിയാം, യഹൂദന്മാരുടെ അടുക്ക മാത്രമേ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ, വെളിയിൽ പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് യഹൂദന്മാരാണ്. അപ്പൊ അവരുടെ പ്രശ്നം, പരസ്യമായി കർത്താവിനെ പിൻപറ്റിയാൽ യഹൂദന്മാരുടെ പള്ളിയിൽ നമ്മളെ വിളിക്കും, ചർച്ചിൽ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നോക്കൂ അതിന്റെ വേഴ്സ് 11. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും, ലിസൺ ടു മീ, നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ന്, എന്ത് പറയേണ്ടു എന്ന് നിങ്ങൾ എന്ത് ചെയ്ത് ജാരപ്പെടേണ്ട. അതിന് കാരണം എന്താ? അടുത്ത വാക്യാണ്, അടുത്ത നെക്സ്റ്റ് വേർഡ്സ് 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ എന്ത് പഠിപ്പിക്കും. യു ഡോണ്ട് വറി. നിങ്ങളെ പള്ളിയിൽ വിളിച്ചാൽ, കോയ്മക്കാർ വിളിച്ചാൽ, അതോറിറ്റി നിങ്ങളെ വിളിച്ചാൽ, അയ്യോ എനിക്ക് അറിയത്തില്ല, ബൈബിൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് എനിക്കില്ല, ഞാൻ പപ്പ പഠിക്കോ, എന്ത് ചെയ്യും, പേടി, അങ്ങനെ വിഷമിക്കേണ്ട. എന്ത് പറയണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ലൈവായി ആ നാഴികയിൽ, ആ സമയം ലൈവായി പഠിപ്പിക്കും. ഓക്കെ, അതൊക്കെ എന്തോ എനിക്കറിയത്തില്ല, എന്തോ വലിയ കാര്യങ്ങളാണ് തമ്പുരാൻ പറഞ്ഞേക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കാരണത്താലും യേശുവിനെ ഫോളോ ചെയ്യുന്നതിൽ നീ പുറകോട്ട് പോകണ്ട. കാരണം അവിടെ എല്ലാം എൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. ഇങ്ങനെ ഗഹനമായ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, കർത്താവേ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എൻ്റെ ബ്രദറിനോട് പറയണം, എനിക്ക് തരാനുള്ള വസ്തുവക തരണം. അപ്പൊ ഈ നിത്യതയുടെ ദൂത് പറയുമ്പോഴാണ് ഭൗതികത്തെക്കുറിച്ച് ഈ മനുഷ്യൻ പറയുന്നത്. ഉടനെ യേശു പറയണോ, ഇതോടെ ഞാൻ ചെയ്യേണ്ട കാര്യമാണോ? ഞാൻ വേറെ എന്തെല്ലാം ചെയ്യുന്നു, ഈ ഫിനാൻസിന്റെ വീതം വെപ്പം എൻ്റെ ഡ്യൂട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിന്. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാൽ അവന്റെ വസ്തുവകയല്ല, അവന്റെ ജീവനാധാരം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഫിനാൻസ് കൊണ്ട് വാങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ പരമാർത്ഥം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആരും ഇവിടെ ഇല്ല. ഇതിനപ്പുറം എന്താണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഉറപ്പിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവർക്കും അറിയാം, മാഞ്ഞു പോകുന്ന ആവി എന്നാ പറയുന്നത്. മാഞ്ഞു പോകുന്ന ആവി ഒരു നെടുവീർപ്പ് പോലെ എന്നാ. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ ഒരു മുറ്റം കൺവെൻഷൻ നടത്താൻ വേണ്ടി ദോഹ എന്നൊരു ബ്രദർ നാട്ടിലോട്ട് പോയി. റിജോ എന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എയർപോർട്ടിൽ ചെന്ന് 3 പ്രാവശ്യം ഒന്ന് തുമ്മി. വെറും 3 പ്രാവശ്യം തുമ്മി. പെട്ടെന്ന് തലകറങ്ങി താഴെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ ഞാൻ പ്രസംഗിച്ച സമയത്താണ് പറയുന്നത്, രാവിലെ അദ്ദേഹത്തിൻ്റെ അടക്കമായിരുന്നു. ഈ ദോഹയെന്ന് വീട്ടുമുറ്റത്ത് നടത്തിയ കൺവെൻഷനിൽ പാടാൻ വേണ്ടി പോയ മനുഷ്യൻ 3 പ്രാവശ്യം ഒന്ന് തുമ്മി. ആ മനുഷ്യൻ അവിടെ കൊണ്ട് തീർന്നു. കൊച്ചു ന്യൂമോണിയ ബാധിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇതൊക്കെ മാഞ്ഞു പോകുന്ന ആവി പോലെ, ഒരു നെടുവീർപ്പ് പോലെയൊക്കെ ഉള്ളൂ. ഫൂൾ ആകാതിരിക്കാനായി പറയുന്നത്. ഇതിനപ്പുറം നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ പേര് നിത്യജീവൻ എന്നാണ്. ആ നിത്യജീവൻ നിങ്ങൾക്കറിയാം, വേർഡിനകത്തുണ്ട്. മരണമില്ല. അവിടെ മരണമില്ല, കാലങ്ങളില്ല, ബർത്ത്ഡേ ഇല്ല, വെഡിങ് ആനിവേഴ്സറി ഇല്ല. ഇങ്ങനെ നിത്യമായ കാലഘട്ടത്തിനോട് നമ്മൾ ജീവിക്കും. ആ നിത്യജീവൻ 2 ഇടത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പോലെ ദോഗാക്കുമായിട്ട് അങ്ങനെയൊന്നുമില്ല. 2 സ്ഥലം. ഒന്നെങ്കിൽ നരകത്തിൽ സ്പെൻഡ് ചെയ്യാം, മറ്റെങ്കിൽ സ്വർഗത്തിൽ സ്പെൻഡ് ചെയ്യാം. അപ്പൊ സ്വർഗത്തിൽ സ്പെൻഡ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സ്വർഗരാജ്യം ഫിനാൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. എക്സാമ്പിളാണ് അടുത്ത വാക്യം, 16ാമത്തെ വാക്യം തുടങ്ങി അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഉപമയും ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ഉപമയും യേശു അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഞാനത് വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അവൻ നന്നായി വിളഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടി വെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ അയാൾ ചിന്തിച്ചു. എന്നിട്ട് പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവൊക്കെ എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ടോ
നെക്സ്റ്റ് വാക്യം, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഞാൻ പറയും. അടുത്ത വാക്യമാണ് ഭയങ്കര ഹൈലൈറ്റ്. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? നിന്റെ മക്കൾക്ക് വേണ്ട, മക്കളുടെ മക്കൾക്ക് വേണ്ട. കാരണം അവർക്കാർക്ക് ഇത് പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതും കൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല. പെട്ടി പോലും കൃത്യമായിരിക്കത്തില്ല. പെട്ടി പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ തേക്കിന്റെ പെട്ടി, ഈട്ടിയുടെ പെട്ടി ഇതൊക്കെ ആയിരുന്നു ഭയങ്കര ഒരു പ്രാധാന്യമായിരുന്നു. പോളിഷ് വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ പറഞ്ഞു, എന്തിനാ തേക്കിന്റെ പെട്ടി, അതൊക്കെ ഡെഡ് മണിയാ, നമുക്ക് പോളിഷ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞത് പോളിഷിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ പോളിഷുമില്ല, പെട്ടിയുടെ പുറത്തിങ്ങനെ വെള്ളത്തുണി അടിക്കുക. അപ്പൊ 150 രൂപയുടെ വെള്ളത്തുണി അടിച്ച് പെട്ടി പൊതിഞ്ഞാൽ ആ പെട്ടിക്കകത്തുള്ളത് ഏത് തടിയാന്ന് പോലും അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒരുക്കി വെച്ചത് ആർക്കാണെന്ന് ഒന്നും അറിയത്തില്ല. പണ്ട് നമ്മൾ ഒരു പാട്ട് പാടുമായിരുന്നു, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പറയുന്നൊരു പണ്ടത്തെ പാട്ട്. ഞാനിങ്ങനെ, അത് സിനിമ പാട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നിങ്ങൾക്കറിയാമോ, ആ ഒരു നാഴിയിടങ്ങഴി മണ്ണ് പോലും നാട്ടിലില്ല എന്നുള്ളതാണ്. 6 അടി മണ്ണിനെ കുറിച്ചായി പറയുന്നത്. എനിക്ക് അടക്കത്തിന് 6 അടി മണ്ണ്, അതൊന്നും ഇപ്പൊ പെർമനന്റ് അല്ലല്ലോ. ആ ഒരു സെല്ലാണ് ഭൂരിഭാഗം സ്ഥലത്തും. നമ്മളെ കൊണ്ട് അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അടുത്ത ദാനിയേൽ വരുന്നത് വരെയേ നമുക്ക് അവിടെ സ്ഥാനമുള്ളൂ. അടുത്ത ദാനിയേൽ വരുമ്പോൾ പഴയ ദാനിയേലിനെ കുത്തി അപ്പുറത്തിട്ടച്ച് പുതിയ ദാനിയേലിനെ കൊണ്ടുവെക്കും. അപ്പൊ അയാൾക്ക് ഒരു 6 മാസമേ ഉള്ളൂ. അതുപോലെ സ്വന്തമല്ല എന്നുള്ളതാണ് പരമാർത്ഥമായി ഞാൻ ഈ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. പരമാർത്ഥമാണ് പറയുന്നത്. സ്തോത്രം. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു 80% ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് എന്തെങ്കിലും ഒരു ബലഹീനം, നമ്മളെ കൊണ്ട് ഉപകാരമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മളൊരു ഭാരമായി വരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ സ്വല്പ ആഴമായിട്ടാണ് പോകുന്നത്. നിങ്ങൾ എന്നോട് പരിഭവം തോന്നരുത്. പ്രാക്ടിക്കലി ചിന്തിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമാണ്. മൂടാ, നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇയാളെ മൂടാന്ന് വിളിക്കാൻ കാരണം എന്താണ്? 5 കാര്യങ്ങളാണ് അവിടെ മൂടത്തരമായി പറയുന്നത്. 1, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്തിന് അതിനോട് ഒന്നും കൂട്ടാൻ പറ്റുന്നില്ലെന്ന വാക്യം. എന്ന് പറഞ്ഞാൽ ആർക്ക് സമ്പത്തുണ്ടായാലും ദൈവം കൊടുത്തേ പറ്റൂ. ദൈവം കൊടുക്കുന്നില്ലെങ്കിൽ അധ്വാനം വൃഥാവാണെന്ന. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുത്തവന് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അപ്പോ ഈ ആർക്ക് ഇപ്പൊ ഏലപ്പാറയ്ക്ക് 5 രൂപ കിട്ടണമെങ്കിലും സണ്ണിച്ചാൻ 50,000 കിട്ടണമെങ്കിലും തമ്പുരാൻ തന്നേ പറ്റൂ. അപ്പോ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണെങ്കിലും അയാൾ അവിടെ ദൈവം എന്നൊരു വാക്ക് പോലും മിണ്ടുന്നില്ല. സ്തോത്രം. ആ ഭാഗം നിങ്ങൾ നോക്കൂ, ദൈവം എന്നൊരു വേട് പറയുന്നില്ല. ഈ രണ്ടാമത്തെ കാര്യം, അയാളെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഏറിയ ആണ്ടുകൾ ഞാൻ കഴിക്കുന്ന, ഏറിയ ആണ്ടുകൾ. അപ്പൊ അതിനകത്ത് അടുത്ത മണ്ടത്തരമുണ്ട്. കാരണം ഏറിയ ആണ്ടുകൾ എന്ന് പറഞ്ഞാൽ എത്ര ആണ്ടുകളാണ്? 50 വർഷം, അതോ 30 വർഷം, അതോ 80 വർഷം? ഇല്ലല്ല, പുള്ളി കണക്ക് പറയുന്നില്ല. ഏറിയ ആണ്ടുകൾ. ബൈബിള് പറയുന്നത് 80 വർഷം എന്നാ, 70 അല്ലെങ്കിൽ 80 എന്നാ. 70, 80 ലാൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഒരു 80 ആകുമ്പോൾ പ്രാർത്ഥിച്ചങ്ങ് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ 80 മേലോട്ടൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. നമുക്ക് ഈ കുഞ്ഞുങ്ങളോടൊക്കെ വിഷമം തോന്നും. നമ്മളിങ്ങനെ മൊട്ടാതെ തട്ടാതെ മുട്ടാതൊക്കെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ തിരക്ക് കാരണം അവർ നമ്മളെ നോക്കത്തില്ല. അപ്പം നമുക്ക് പിന്നെ അവരോടൊക്കെ വിഷമമൊക്കെ തോന്നും. എന്നാലും നീ എന്നെ നോക്കിയിരുന്നില്ലോടാ, നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ തരാതിരിക്കുമ്പോൾ നമുക്കൊരു ഭാരം തോന്നും. അവരെ ശപിച്ച് അല്ലെങ്കിൽ വിഷമിച്ചൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റും. ഒരു 80 ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. വലിയ പ്രശ്നമില്ലാതെ നടന്നു പോകുന്ന സമയത്തൊക്കെ പോകാൻ പറ്റും. എന്തായാലും നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓട്സിൻ്റെ പുട്ടും കഞ്ഞിയും കുടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് വിട്ടേ പറ്റും. ഈ ഭൂമി നമ്മുടെ സ്വന്തമൊന്നുമല്ല. കാരണം ആൾക്കാരിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക. ഈ ജനിക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഭൂമിക്ക് ഭാരം വന്നാൽ ഇത് സാങ്കല്പിക അച്ചുതണ്ടിലാണ്. ഇതിനൊരു പെർമനന്റ് പിടിവള്ളി ഒന്നുമില്ല. ഇത് സാങ്കല്പികമാണ്. ഉണ്ടെന്നുള്ള സങ്കല്പിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഭാരം കൂടുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു പോകുന്നത് കൊണ്ട് ഓരോരുത്തർ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാൾ പുതിയ ആൾ വരുമ്പോൾ ആ പഴയ ആളിനെ വൈൻഡപ്പ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് പോയേ പറ്റും. അത് പരമാർത്ഥാണ്. ഇപ്പൊ 80-90 80 വൈൻഡപ്പ് ചെയ്യുന്നതാണ് സേഫ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഇയാൾ കണക്ക് പറയുന്നില്ല. ഏറിയ ആണ്ടുകൾ അർത്ഥം എന്നറിയോ? മരണം മറന്നുപോയെന്ന. ഇയാൾ ദൈവത്തെ മറന്നുപോയി, 2 മരണം മറന്നുപോയി. ഇവിടുന്ന് പോകുന്ന പുള്ളി മറന്നുപോയി. അതിനെക്കുറിച്ചുള്ള ചിന്ത പുള്ളി അലട്ടിയില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത അലട്ടിയാൽ അതിനപ്പുറത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മരണം മറന്നുപോയി. 3, അതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. പുള്ളി മിണ്ടുന്നില്ല. ഇതിനപ്പുറത്ത് എന്താണ് എനിക്കറിയാം. പുള്ളിക്ക് മിണ്ടുന്നില്ല. ആ നിത്യത പുള്ളി മറന്നുപോയി. 4, തൻ്റെ സിബ്ലിങ്സ്, തൻ്റെ ഫാമിലി മറന്നു. എന്നോട് തന്നെ എനിക്ക് തന്നെ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തിന്നും, എനിക്ക് എടാ നിന്റെ കൂട്ടുകാരൻ ഇല്ല, നിന്റെ കുടുംബം മറന്നുപോയി. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും മറന്നത് കൊണ്ടാണ് മൂടാ എന്നൊരു വിളിച്ചേ. സ്തോത്രം. നിശ്ചയമായും നിത്യജീവൻ ഫിനാൻസ് കൊണ്ട് വാങ്ങാമെങ്കിൽ അയാൾക്കത് പറ്റുമായിരുന്നു. സാധ്യമായില്ല. അതുപോലെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം.
അയാളുടെ പേരറിയത്തില്ലെങ്കിലും സ്റ്റാറ്റസ് ഉണ്ട്, ധനവാൻ എന്ന് അയാളെ കുറിച്ച് പറയുന്നു. ധനവാനും ലാസറും ഒരു വീട്ടിലായിരുന്നു. ഒരുത്തൻ പാപിയും മറ്റവൻ രോഗിയുമായിരുന്നു. രോഗി നിത്യതയിലും പാപി നരകത്തിലും ചെന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ധനവാനെ കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ധനവാന്റെ ലൈഫിൽ ധനവാൻ ഞെട്ടിപ്പോയൊരു സ്ഥാനം എപ്പോഴാണെന്നറിയോ? ഇയാൾ യാതനാ സ്ഥലത്ത് എത്തിയിട്ട് മേലോട്ട് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇയാളുടെ ആനുകൂല്യം പറ്റിയവൻ സ്വർഗത്തിൽ. എടാ, ഇവനുള്ള നോളജ് ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ചൊരു സമയം. ആ സമയം എൻ്റെ ഫുഡ് കഴിച്ചവൻ, എൻ്റെ സപ്പോർട്ട് മേടിച്ചവൻ, എൻ്റെ ആനുകൂല്യത്തിൽ പാർത്തവൻ അബ്രഹാമിന്റെ മടിയിൽ സന്തോഷിക്കുമ്പോൾ ഇയാൾക്ക് ഇത് മൊത്തം കൊടുത്ത് ഞാൻ ഈ യാതനാ സ്ഥലത്ത് ഒരിറ്റു വെള്ളത്തിന് യാചിക്കുക എന്നൊരു ചിന്ത അയാളെ ഭയങ്കരമായിട്ട് അലട്ടിയിട്ടുണ്ട്. ആ കാഴ്ച ഞെട്ടുന്ന കാഴ്ചയായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കൊല്ലം എൻ്റെ വീട്ടിൽ പാർത്തവൻ, അവനെ ഞാൻ കണ്ട രീതി ഡിഫറൻ്റ് ആണ്. പക്ഷെ അയാൾ പിടിക്കേണ്ടത് പിടിച്ചു. അതാ ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ ഞെട്ടുന്ന കാര്യം, മനുഷ്യരാണെന്ന് പോലും നമ്മൾ കൺസിഡർ ചെയ്യാത്തവരായിരിക്കും ആ രാജ്യം ഭരിക്കുന്നത്. അവരായിരിക്കും ആ രാജ്യത്തിലേക്ക്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഇടും. 50 കുടുംബം ഒരു ചർച്ചിലുണ്ടെങ്കിൽ 50 കുടുംബത്തിന് നമ്മളിടുന്ന വാല്യൂ ഉണ്ട്. ഇന്ന കുടുംബം ഇന്നതുപോലെ, ഈ കുടുംബം ഇത്ര മാത്രം, ആ കുടുംബം അങ്ങനെ, ഇങ്ങനെ വാല്യൂ ഇടും. അതിനകത്ത് ചില കുടുംബങ്ങൾക്ക് വലിയ പ്രാധാന്യം പോലും കൊടുക്കാറില്ല. ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും ദൈവരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ. അതൊക്കെ തിരിച്ചറിയുമ്പോഴത്തേക്കും സമയം ഒത്തിരി പോകും. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ചില കാര്യങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകും, വളരെ വൈകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി മാറും. അതുകൊണ്ടാണ് ഇപ്പോഴേ കർത്താവ് ഇതൊക്കെ സംസാരിക്കുന്നത്. ധനവാൻ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന രോഗിക്ക് മരണം വരെ കിടക്കാൻ സ്ഥലം കൊടുത്തൊരു മനുഷ്യനാണ്. അതൊരു നിസ്സാര കാര്യം അല്ല. മരണം വരെ ഫുഡ് കൊടുത്ത മനുഷ്യനാണ്, നിസ്സാര കാര്യമല്ല. 5 ബ്രദേഴ്സ് ഉണ്ട്. 5 ബ്രദേഴ്സിൽ ആരോടും പറഞ്ഞില്ല ഇയാളെ ഒന്ന് നോക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇനി മരിച്ച ശേഷവും അദ്ദേഹം പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, ലാസറിനെ എൻ്റെ വീട്ടിലേക്കൊന്ന് വിടണം. കാരണം എന്താണ്? എൻ്റെ 5 സഹോദരങ്ങളുണ്ട്, അവർ നരകത്തിലോട്ട് വരും. ഇദ്ദേഹം ചെന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഞാനോ നരകത്തിൽ അവകാശിയായി, എൻ്റെ കുടുംബക്കാരെങ്കിലും സ്വർഗത്തിൽ പോട്ടെ. ചത്തിട്ടും സഹോദര സ്നേഹമുള്ള മനുഷ്യനാ. സ്തോത്രം. അതൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള വാക്കുകളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് ആ സ്നേഹമില്ല. പക്ഷെ ഇയാൾ മരിച്ചു, യാതനാസ്ഥലത്ത് ചെന്നിട്ടും സഹോദര സ്നേഹമുണ്ട്. പക്ഷെ അയാൾ പറയാണ് അങ്ങോട്ട് വിടാൻ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു നടക്കത്തില്ല, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, ഫിനാൻസ് കൊടുത്ത് വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ നിശ്ചയമായും ഈ മനുഷ്യനത് വാങ്ങിയേനെ. അത് സാധ്യമല്ല. കൃപാവരം പോലും പണം കൊണ്ട് ലഭ്യമാകത്തില്ല. പത്രോസിന്റെ പ്രസംഗം നടക്കുമ്പോൾ ഷീമോൻ ചെന്ന് പറഞ്ഞു, ഞാനും കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഗിമ്മിക്ക് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് പൈസ കൊണ്ടു കൊടുത്തപ്പോൾ പത്രോസ് പറഞ്ഞു, ദൈവത്തിന്റെ കൃപാവരം പണം കൊണ്ട് വാങ്ങാമെന്ന് ചിന്തിച്ച നീയെ ഇതോടുകൂടി എന്ത് ചെയ്യുക, തീരുക. അയാൾ പറഞ്ഞു, യോ അങ്ങനെ വിടല്ലേ, എനിക്ക് വേണ്ടി എൻ്റെ കുറ്റത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ് ഷീമോൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, ഇപ്പം നിത്യരാജ്യം, നിത്യജീവൻ, മരണത്തിനപ്പുറമുള്ള നിത്യമായ പെർമനന്റ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സംഭവമല്ല. അപ്പം അതുകൊണ്ട് ഫിനാൻസിന് അവിടെ ഒരു റോളും ഇല്ല. ഇനി നെക്സ്റ്റ്, അല്ലേ തന്നെ ഫിനാൻസ് കൊടുത്ത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഉലകത്തിലെ ഒരു മനുഷ്യർക്കും ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഞാൻ ഒരിക്കലും ഓർക്കുന്നു, നോർത്ത് പറവൂർ എന്ന സ്ഥലത്ത് ഒരിക്കൽ പ്രസംഗിക്കാനായിട്ട് ഇങ്ങനെ ട്രാക്ട് കൊണ്ട് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി. ആ വീട് സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വീടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ യേശുവിനെ ആവശ്യമില്ല, കാരണം അടുത്ത 3 തലമുറ വരെ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അയാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ചില വർഷം കഴിഞ്ഞപ്പോൾ അതേ നോർത്ത് പറവൂർ കൂടി ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒരാൾ എന്നെ പുറകിൽ നിന്ന് തോണ്ടി വിളിച്ചു, ഈ വീട്ടിലെ ആൻറ്റിയാ. ഞാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് പഴയ വീടും ബംഗ്ലാവും ഒക്കെ പോയി സാധാരണക്കാരായി. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അച്ചായനെ ഓക്സിജൻ ലൈവായിട്ട് നാച്ചുറലായിട്ട് പിടിച്ചെടുക്കാനുള്ള സെറ്റപ്പ്, അതിൻ്റെ കപ്പാസിറ്റി പോയി. പിന്നെ ഇതെല്ലാം കൂടെ കുപ്പിക്കകത്താക്കിയിട്ട് കുപ്പി ത്രൂവേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കുഴപ്പമില്ലെങ്കിലും കുപ്പിക്കകത്ത് കയറ്റി വലിക്കുമ്പോൾ കാശ് കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഓക്സിജൻ കുറ്റിക്കകത്തുനിന്ന് വലിക്കാൻ തുടങ്ങിയപ്പോൾ 3 തലമുറ വരെ തിന്നാൽ തീരത്തില്ലെന്ന് പറഞ്ഞത് 2 കൊല്ലം കൊണ്ട് വൈൻഡപ്പ് ചെയ്തു. സ്തോത്രം. അപ്പോൾ ഓക്സിജന് അത്ര വാല്യൂ ഉണ്ടെങ്കിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടലും ദൈവത്തിൻ്റെ കൂടെയുള്ള വാസവും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അതാണ് ഫിനാൻസ് കൊണ്ട് നടക്കില്ല. ഇനി രണ്ടാമത്തത്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനാണ്. കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അയാളെ കുറിച്ചുള്ള വാക്യം കൂടെ ഒന്ന് ഡിസ്പ്ലേ ഇട്ടാൽ വളരെ മനോഹരമായിരിക്കും.
Amen, amen. Acts chapter 10 verses 1. കൈസരിയയിൽ ഇതാലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അടുത്ത വാക്യമാണ് എന്നെ ചലിപ്പിച്ച 2-3 വാക്യങ്ങളാണ്. പ്ലീസ് ലിസൺ കെയർഫുള്ളി. അവിടെ പറയുന്നത് അവൻ ഭക്തനാണ്, അവൻ തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് ധർമ്മം കൊടുക്കുന്ന ആളാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. 4 ക്വാളിറ്റി അയാളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഭക്തൻ. ഈ മനുഷ്യനെ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇയാൾ പെന്തിക്കോസ്തുകാരനല്ല എന്നറിയണം. ഇയാൾ ഭക്തനാണ്, പെന്തിക്കോസ്തുകാരനല്ല, അയാൾ അന്യഭാഷ പറഞ്ഞിട്ടില്ല. അപ്പൊ അല്ലാത്ത ഒരു ഭക്തൻ. ഈ ഭക്തൻ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല, പൗലോസ് അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാളെ ഭക്തൻ എന്ന് പറയാനുള്ള ക്രൈറ്റീരിയ എന്താണ്? അയാൾ ഭക്തനായിരിക്കണം. ഇപ്പം നമ്മളൊക്കെ പലരെ കുറിച്ച് പറയാറുണ്ട്, കുഞ്ഞോന് ചെന്താങ്ക് ഭക്തനായ ഒരു മനുഷ്യനെ, കുഞ്ഞമ്മ ഭക്തയാ. അതൊക്കെ നമ്മൾ ഭക്തിയെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റിലായി പറയും. നമ്മൾ ഭക്തി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് വെച്ചാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം അനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്, അയാൾ ഭക്തനാണ് എന്നൊക്കെ. പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. പരിശുദ്ധാത്മ വിളിക്കുമ്പോൾ ആൾ ഭക്തൻ എന്നതുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. വളരെ കെയർഫുള്ളി നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാൾ ഭക്തൻ. 2, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്കെല്ലാം ദൈവത്തിൻ്റെ ഭയമുണ്ട്, അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, മക്കൾക്കുണ്ട്, എല്ലാവർക്കും കർത്താവിൻ്റെ ഭയമുണ്ട്. അങ്ങനെ ദൈവഭയമുള്ള മനുഷ്യൻ. ഇനി 3-മത്തത്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്ന മനുഷ്യൻ. ചാരിറ്റി. ഇഷ്ടംപോലെ ധർമ്മം കൊടുക്കും. വളരെ എന്നാണ്, കണക്ക് നോക്കിയിട്ടല്ല, വളരെ ധർമ്മം കൊടുക്കുന്ന മനുഷ്യൻ. തനിക്ക് ലഭ്യമാകുന്ന നന്മയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ധർമ്മം കൊടുക്കുന്ന, ചാരിറ്റി കൊടുക്കുന്നയാളാണ്. ഇനി അടുത്തതാണ് എന്നെ ഞെട്ടിച്ച മറ്റൊരു ഭാഗം, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഇപ്പം ഈ സൂമിനകത്തിരിക്കുന്ന എത്ര പേരെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? ഞാൻ 24 hours പാസ്റ്റർ, 24/7 പാസ്റ്റർ, ഫുൾ ടൈം പാസ്റ്ററാണ്. ഫുൾ ടൈം പാസ്റ്ററായ ഞാൻ പോലും എനി ടൈം എവറി ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അല്ല. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നു അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അതെങ്ങനെ പറ്റും? സ്തോത്രം. പക്ഷെ ബൈബിൾ കള്ളത്തരം പറയത്തില്ല. യുദ്ധം ചെയ്യുമ്പോഴും പടയ്ക്ക് പോകുമ്പോഴും ആൾക്കാരെ സജ്ജമാക്കുമ്പോഴും അന്തരാത്മാവിന് മുൻ പ്രാർത്ഥിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ചാരിറ്റി ചെയ്യുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനായ മനുഷ്യൻ കൊർന്നല്യോസ്. എനിക്ക് കേൾക്കണോ? അയാളുടെ ധർമ്മം സ്വർഗത്തിലെത്തി, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ വളരെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, സമൂഹത്തിൽ മാന്യനായ ആൾക്കാർ അഭിനന്ദിക്കുന്ന, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കള്ളുകുടിയോ വീടിവലിയോ അങ്ങനെ മോശമായ ഒരു ഇടപാടുമില്ലാത്ത ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. ഒരു കുഴപ്പമില്ല. സ്തോത്രം. അയാളുടെ ധർമ്മ സ്വർഗത്തിൽ ചെന്നു, അയാളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. സ്തോത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ സ്വർഗത്തിൽ ചെല്ലുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ തമ്പുരാൻ പറയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ അവിടെ ഉണ്ട്, അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് അയാൾ വന്ന് പറയണം, അയാൾ വന്ന് നിനക്ക് നീ രക്ഷിക്കപ്പെടാനുള്ള ദൂത് അയാൾ പറയും. അപ്പോഴേ എനിക്ക് മനസ്സിലായ ചാരിറ്റി കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, സമൂഹത്തിൽ മാന്യമായ പേരുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, പള്ളി ഭക്തനായതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, അന്തരാത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ഇതൊക്കെ ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് പറയാൻ നല്ലതാണ്. കൊണ്ട് ആ ചാൻ എന്തോ നല്ല മനുഷ്യനാണ്, ഇന്ന് ദൈവമേ ആ ചാൻ തങ്കപ്പെട്ടൊരു മനുഷ്യനാണല്ലോ, അദ്ദേഹം എത്ര തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല റിസൾട്ടുകൾ കിട്ടും. പക്ഷെ സ്വർഗത്തിൽ പോകാൻ നല്ല പേര് മാത്രം പോരാ. എന്നോട് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ എത്ര നല്ലവനാണെങ്കിലും എന്നെ ദോഹ ഗവൺമെന്റ് ഇറക്കത്തില്ല. ദോഹ ഗവൺമെന്റ് എന്നെ ഇവിടെ ഇറക്കണമെങ്കിൽ ദോഹ ഗവൺമെന്റ് പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും ഞാൻ ഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ദോഹയിലേക്ക് ഞാൻ വരണമെങ്കിൽ കേരളത്തിലെ നല്ല പാസ്റ്റർ ആകട്ടോ എന്ന് പറഞ്ഞാൽ അത് എമിഗ്രേഷൻകാരനെ കയറ്റി വിടത്തില്ല. അവർ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത് ഇയാൾക്ക് പാസ്പോർട്ട് ഉണ്ടോ, അത് ഞാൻ എടുത്തേ പറ്റത്തുള്ളൂ. 2, ദോഹയ്ക്ക് പോകാനുള്ള വിസ നിങ്ങളുടെ കയ്യിലുണ്ടോ, ഞാൻ എടുത്തേ പറ്റത്തുള്ളൂ. 3, അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ഇയാളുടെ കയ്യിലുണ്ടോ, ഞാൻ എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. പിന്നെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞതിന് ശേഷം എന്നെ എൻ്റെ ബോഡി മൊത്തം തപ്പുന്നൊരു പരിപാടി അവിടെ ഉണ്ട്. എൻ്റെ കയ്യിലുള്ള സകല സാധനങ്ങളും, എൻ്റെ ബെൽറ്റ്, എൻ്റെ ഷൂവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനകത്ത് ഡ്രസ്സ് ഒഴികെ ബാക്കി എന്തൊക്കെ ഷൂ വരെ അഴിച്ച് ഒരു ട്രേക്കകത്ത് വെച്ച് അതെല്ലാം സ്ക്രീനിനകത്ത് വിട്ടേച്ച് ഞാൻ ഈ ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കണം. എന്നിട്ടോ ആ മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ, ആ വാതിലിനകത്തൂടെ ഞാൻ അപ്പുറത്തോട്ട് കേൾക്കുമ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടാൽ എന്നെ വീണ്ടും ചെക്കും. കേട്ടില്ലെങ്കിലും അവർ ചെക്ക് ചെയ്യും. കർത്താവ് കുരിശി കിടന്ന പോലെ ഞാനിവിടെ കൈ ഇങ്ങനെ വിരിച്ച് നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന പോലീസുകാരൻ എന്നെ അടിമുടി തപ്പും.
എന്നോട് ഫ്രണ്ടിലും പുറകിലും മാറി നിൽക്കാൻ പറയും. എന്നിട്ട് എൻ്റെ പോക്കറ്റിൽ പിടിച്ച് നോക്കും. ടവലുണ്ടെങ്കിൽ വിടത്തില്ല. അമേരിക്കയിൽ പോയ സമയത്ത് ഒരിക്കൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒരു ചൂയിങ്ങ വിട്ടു. അത് ഈ വരുന്ന വഴിക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് എല്ലാം വെച്ച കൂട്ടത്തിൽ ആ ചൂയിങ്ങത്തിൻ്റെ ഒരെണ്ണം എൻ്റെ പോക്കറ്റിനകത്ത് കിടന്നു. ആ ഒറ്റ ചൂയിങ്ങം എന്നെ കൊണ്ട് ആ മനുഷ്യനെ എടുപ്പിച്ചു. അതെടുക്കുന്നത് വരെ എന്നെ തപ്പി എന്നുള്ളതാണ്. തീവ്രവാദിയെ തപ്പുന്ന പോലെ എന്നെ തപ്പുന്നേ. അറ്റ്ലീസ്റ്റ് ₹1 കിട്ടുന്ന 5 ചൂയിങ്കം, 20 ഫിൽസിന്റെ ഒരു ചൂയിങ്കം പോലും അലോ ചെയ്യത്തില്ലെന്ന ആ ഭാഗം പഠിക്കാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അത്രയ്ക്ക് ഗംഭീരമായ ഗൗരവമായൊരു ചെക്കിംഗ് ആണ് ഈ ഭൂമിയിലുള്ള ഒരു രാജ്യത്തിലേക്ക് പോകാൻ നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ എങ്ങനെ സ്വർഗത്തിലേക്ക് നമുക്ക് നല്ല പേരുണ്ടെന്ന് പറഞ്ഞ് പോകാൻ പറ്റുക? സ്തോത്രം. നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചിന്തിക്കണം. ഈ രാത്രി മീറ്റിങ്ങിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പോകും. ഈ ലോകം നമ്മുടെ സ്വന്തമല്ല, ഇത് ശാശ്വതമല്ല, ഇത് പെർമനന്റ് ഹോം അല്ല, ഇത് നമ്മുടെ സ്ഥിരവാസമല്ല. ജ്ഞാനിയിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന മനുഷ്യനാണ് ശലോമോൻ. അദ്ദേഹം പറയുന്ന ലാസ്റ്റ് പുസ്തകത്തിന്റെ പേര് സഭാപ്രസംഗി എന്നാണ്. അതിന്റെ ലാസ്റ്റ് അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങും. രോചനക്കുരു എന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്ന് ഫലിക്കാതെ വരും. ചില മരുന്നുകൾ ഏക്കത്തില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന മരുന്നൊന്നും ആ പ്രോപ്പർ ട്രീറ്റ്മെന്റിന്റെ അല്ല. പിന്നെ വൈറ്റമിൻ ഗുളിക, കാരണം പ്രോപ്പർ ട്രീറ്റ്മെന്റിന്റെ ഗുളിക ഏക്കത്തില്ലെന്ന് ഡോക്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് വൈറ്റമിൻ കൊടുത്ത് അവർ അങ്ങ് സമാധാനിപ്പിക്കുന്നേ. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങും. ഏതായി പെർമനന്റ് ഹോം? സെമിത്തേരി അല്ല. സെമിത്തേരിയെ കുറിച്ചുള്ള യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഉറങ്ങുന്ന അറ എന്ന. സ്തോത്രം. ഓരോ ഉറക്കവും പെർമനന്റ് അല്ല. ഉറക്കമാണോ ഉണർന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മുടെ സ്വന്തമല്ല. നിങ്ങൾ തിരിച്ചറിയുക. സ്തോത്രം. ഈ ലോകം വിട്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. എത്ര മട്ടുപ്പാവിൽ നാം പാർത്താലും, എത്ര സെറ്റപ്പിൽ നാം താമസിച്ചാലും നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇതൊന്നും നമ്മുടെ പെർമനന്റ് അല്ല. ഇതിനപ്പുറത്ത് ആ നിത്യജീവൻ കരഗതമാക്കാൻ എന്താ മാർഗം? നല്ല പേര് മതിയോ? അതോ ഭക്തനായി ജീവിച്ചാൽ മതിയോ? സ്തോത്രം. അതോ കുറച്ച് പേർക്ക് ചാരിറ്റി കൊടുത്താൽ മതിയോ? അതോ എപ്പോഴും പ്രാർത്ഥിച്ചാൽ മതിയോ? അങ്ങനെ മതിയായിരുന്നുവെങ്കിൽ ഒരിക്കലും പത്രോസിനെ വിളിക്കണ്ട. പത്രോസിനെ കുറിച്ച് പറയുന്നത് അവിടെ, നീ അയാളെ വിളിച്ചോണ്ട് വാ, നീയും നിന്റെ സകല ഗ്രഹവും രക്ഷപ്പെടാനുള്ള മാർഗം അയാൾ നിങ്ങളോട് പറയും. പെട്ടെന്ന് യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിച്ചോണ്ട് വന്നു. പത്രോസ് പറഞ്ഞു, പത്രോസേ, ഇങ്ങനൊരു ദർശനം ഞാൻ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇരിക്കുക, നീ ഞങ്ങൾ രക്ഷപ്പെടാനുള്ളവ പറയണം. പത്രോസ് വാ തുറന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം ഇതേ ഉള്ളൂ, ഇങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രസംഗത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, അന്ന് ഇത്താലിയ പട്ടാളത്തിലെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ കുടുംബമായി സ്നാനമേറ്റു. അപ്പോ ചാരിറ്റി മാത്രം പറ്റുമെങ്കിൽ സ്നാനത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് പോയാൽ മതിയെങ്കിൽ ഈ സ്നാനത്തിന്റെ ആവശ്യമില്ല. യോപ്പയും പത്രോസും ഒന്നും വരേണ്ട കാര്യമില്ല. സ്തോത്രം. എപ്പോഴും ഒരു ഭക്തനെ പോലെ വീടി വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, സിനിമ കാണുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, മോശമായി നടക്കുന്നില്ല, അസന്മാർഗികമായി പോകുന്നില്ല. അതുകൊണ്ട് മാത്രം സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ പത്രോസിനെ വിളിക്കേണ്ട കാര്യമില്ല. ഈ ക്രൈറ്റീരിയയുടെ കാര്യമില്ല. ഇത് വേണം. അപ്പോൾ തന്നെ അതും നാം ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, ഒരു പ്രസംഗവും 100% റിസീവ് ചെയ്യപ്പെടത്തില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാ സൂമിലുണ്ടെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന എത്ര കാര്യമുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. ഇതിനകത്തൊരു 50% പേർക്ക് ഇത് കേൾക്കാൻ, ഗ്രഹിക്കാൻ അവർ ശ്രമിക്കുമായിരിക്കും. ഒരു 15% എങ്ങാനും ഗ്രഹിക്കുമായിരിക്കും. അതിനകത്തൊരു 5% ഇത് വർക്കൗട്ടിലോട്ട് വരുന്നത്. മതി. ആ 5% ആണ് ഈ പ്രസംഗത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ മാർഗമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്താൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകുകയുള്ളൂ എന്നത് തിരിച്ചറിയാനായിട്ട് ഇന്ന് രാത്രി കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം, പല കാര്യങ്ങളും സിമ്പിൾ ആണെന്നുള്ളതാണ്. ഈ നയമാൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആള് പരാക്രമശാലിയാണെങ്കിൽ കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളതാണ്. ആള് ഭയങ്കര പരാക്രമശാലിയായിരുന്നു, പക്ഷെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞ് കുഷ്ഠരോഗിയായിരുന്നു. അപ്പൊ അയാളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇസ്രായേൽ പെൺകുട്ടി, ആ പെൺകുട്ടി എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിലും അവിടെ വേർഡുകൾ ഭയങ്കരമാണ്. ആ പെൺകുട്ടി ചെന്നിട്ട് യജമാനത്തോട് പറയാണ്,
യജമാനത്തി, യജമാനന്റെ വസ്ത്രം അലക്കുമ്പോൾ എനിക്കറിയാം ആൾക്ക് പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഡോണ്ട് വറി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരു പ്രവാചകൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇസ്രായേൽ പെൺകുട്ടിയുടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ സാക്ഷ്യം ആ സ്ത്രീയെ ചലിപ്പിച്ചു. ആ സ്ത്രീ ചെന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് ആരോട്, നയമാനോട്, അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരു പാസ്റ്ററുണ്ട്, ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്ന സൗഖ്യമാവും. രാജാവിൻ്റെ ഇന്ന് കത്തും മേടിച്ചോണ്ട് നേരെ അവിടെ ചെന്നപ്പോ ഇയാൾ ആരാണെന്ന് പോലും നോക്കാതെ പ്രവാചകൻ പറഞ്ഞു, നീ നേരെ ചെന്ന് യോർദാനിൽ 7 വട്ടം എന്ത് ചെയ്യാം, മുങ്ങുക. പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, അഭാനയും പർപ്പരയും ഒക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളപ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ വമ്പൻ നദികളുള്ളപ്പോൾ ഈ യോർദാൻ, കലങ്ങി മറിയുന്ന യോർദാൻ, പുള്ളിക്ക് ദേഷ്യം വന്നു. തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ കൂടെ നിൽക്കുന്ന ആള് പറഞ്ഞു, യജമാനനെ ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞ യജമാനൻ ചെയ്യത്തില്ലായിരുന്നു. എപ്പോഴും നമ്മളെ അലട്ടുന്ന പ്രശ്നം സിമ്പിൾ ആകുന്നത് കൊണ്ടാണ്. ലക്ഷ്യങ്ങൾ കൊടുക്കണോ, നമ്മൾ കൊടുക്കും. പദയാത്ര നടക്കണോ, നടക്കും. നമ്മൾ നടന്നു പോകണോ, നടന്നു പോകും. കുരിശുമല കയറണോ, നമ്മൾ കയറും. കഠിനമായത് എന്തും നാം ചെയ്യും. പക്ഷെ ലളിതമായതാണ് നമുക്ക് പാട്. പലപ്പോഴും രക്ഷ സൗജന്യമാക്കിയതും രക്ഷ ലളിതമാക്കിയതും ഏതൊരാൾക്കും റിസീവ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ചിന്തയില്ല. 1 കോടി രൂപ കൊടുത്താൽ രക്ഷ കിട്ടത്തുള്ളൂ എന്ന് തമ്പുരാൻ വെച്ചിരുന്നെങ്കിൽ ഞങ്ങളെ പോലുള്ള സാധുക്കൾ എന്ത് ചെയ്താനെ, അല്ലെ നമ്മൾ എന്ത് ചെയ്താനെ? 5000 കിലോമീറ്റർ നടന്നു പോയാലേ രക്ഷ കിട്ടത്തുള്ളൂ എന്ന് തമ്പുരാൻ വെച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനെ? രക്ഷയെ ലളിതമാക്കിയത് ഏതൊരു വ്യക്തിയും അത് പ്രാപിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ നയമാൻ മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, സാറേ യജമാനനെ ഇതിനേക്കാൾ വമ്പൻ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യത്തില്ലേ? ഇത്ര സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് അങ്ങ് തള്ളിക്കളയുവാണോ? ആ ഭൃത്യന്റെ ശാസന കേട്ട മനുഷ്യൻ, അഡ്വൈസ് കേട്ട മനുഷ്യൻ യോർദാനിൽ ചെന്ന് മുങ്ങി. 6 പ്രാവശ്യം മുങ്ങിയപ്പോഴും ഒന്നും നടന്നില്ല. പെരുവൃത്തോണ്ടായിരിക്കും, ചിലപ്പോൾ ഭൃത്യനോട് ദേഷ്യം വന്ന് കാണുമായിരിക്കാം. എന്നാലും ആ ഭൃത്യൻ കരയിൽ നിന്ന് പറഞ്ഞു, ഒന്നുകൂടെ അല്ലേ ഉള്ളൂ, ഒന്നുകൂടെ അല്ലേ ഉള്ളൂ, ഒന്നുകൂടെ അല്ലേ ഉള്ളൂ. അയാൾ ഒന്നുകൂടെ കേട്ട് മുങ്ങി തിരിച്ചെഴുന്നേറ്റപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരു പിഞ്ചു ബാലകന്റെ ദേഹം പോലെ അയാൾ മാറി. കേവലം 7 പ്രാവശ്യത്തെ മുങ്ങല് കൊണ്ട് അവന്റെ ചരിത്രത്തെ തമ്പുരാൻ മാറ്റി. സിമ്പിൾ ആയതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ട്, പലപ്പോഴും ഏറ്റവും ലളിതമായ കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യാൻ നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന കാര്യം. രക്തത്താല് ചെയ്യാം. എന്നാൽ ആ ലളിതമായ കാര്യത്തിനും ദൈവസന്നിധിയിൽ ഒരു പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് പകൽ ഞാൻ സ്തുതിക്കുകയാണ്. അപ്പൊ 2, സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് സ്വർഗരാജ്യം കിട്ടത്തില്ല. പലപ്പോഴും നമ്മളെ കലട്ടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കുഞ്ഞോനിച്ചാൻ എന്തു പറയും? കുഞ്ഞോനിച്ചാൻ എന്തു പറഞ്ഞാൽ നമുക്കെന്താ? തങ്കച്ചാൻ എന്തോ പറയും? തങ്കച്ചാൻ ആരാണെന്ന് നമുക്കെന്താ? സ്തോത്രം. വിഷൻ പേഴ്സണലാണ്, രക്ഷ വ്യക്തിപരമാണ്. സ്തോത്രം. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മളൊക്കെ എപ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അവിടെ അടുത്തിരിക്കുന്ന ആളോട് അഭിപ്രായം ചോദിച്ചിട്ട് ആൻസർ പറയാനുള്ള പെർമിഷൻ ഇല്ല. ദൈവരാജ്യത്തിലേക്ക് കടക്കുമ്പോഴും ഓരോ പുതിയ രാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ് അവിടെയും. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കാണും കുറച്ചു പേർ, നമ്മുടെ ഡീറ്റെയിൽ തപ്പുന്നവർ, ഇവൻ എലിജിബിൾ ആണോ, ഇയാൾ അങ്ങോട്ട് പോകാൻ യോഗ്യനാണോ എന്ന് തപ്പുന്നവർ അതിന്റെ ഫ്രണ്ടിൽ കാണും. എന്നാലേ ഈ രാജ്യത്തിലേക്ക് വിടത്തുള്ളൂ. അമേരിക്കയ്ക്ക് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ ചെന്നു. ഇവിടുന്ന് 15 മണിക്കൂർ യാത്രയുണ്ട് അമേരിക്കയ്ക്ക്. ഡാളസിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന ഓഫീസർ ചോദിച്ച ചോദ്യത്തിന് പ്രോപ്പറായി ഒരു ആൻസർ പറയാൻ പറ്റിയില്ല. അയാളെ അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു വിട്ടു. നീ ഇവിടെ ഇറങ്ങേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, 21 മണിക്കൂറാണ് ഞാൻ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്തത്, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി യാത്ര ചെയ്യാൻ ഹെൽത്ത് ഇല്ല. ഹെൽത്ത് ഉണ്ടെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിലും നിന്നെ ഇറക്കാനുള്ള യോഗ്യതയില്ല. മനസ്സിലാകുന്നോ? എത്ര വർഷം യാത്ര ചെയ്താലും ഇറക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ തിരിച്ചയക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. ഇത് ചെക്ക് ചെയ്യുന്ന ആള് ആ വരാന്തയിൽ ആ രാജ്യത്തിന്റെ എൻട്രിയുടെ മുമ്പിൽ ഉണ്ട്. അദ്ദേഹം ചെക്ക് ചെയ്യുമ്പോൾ ഇറക്കാൻ എലിജിബിൾ ആണോ എന്ന് നോക്കിയിട്ടേ പോകത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഒരു യോഗ്യതയും വേണ്ടാത്ത മറ്റൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഈ ചെക്കിങ് ഒന്നുമില്ല. ചെല്ലുന്നവരെ മൊത്തം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. വാമോനെ വാമോനെ, ആ ഒറ്റ വിളിയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ചെന്നാൽ ആ സൈസ് വിളികളൊന്നുമില്ല. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഞാൻ സ്തുതിക്കുകയാണ്. ഒന്നെനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കുന്നത്, ഞാനും ഒരു വീട്ടിനകത്തായിരിക്കുന്നത്. ശബ്ദ തരംഗങ്ങളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ ആർപ്പിന്റെ സൗണ്ട് പുറത്തു വന്നപ്പോൾ ആർപ്പിന്റെ സൗണ്ടിനകത്തൂടെ വ്യാപരിക്കപ്പെട്ടൊരു ദൈവ സാന്നിധ്യമാണ് ഒരു മതിലിടിച്ചത്. സ്തോത്രം. ഒരു കോട്ടയെ തകർത്തത്. എൻ്റെ ശബ്ദം നിങ്ങളുടെ ഡിവൈസിനകത്തൂടെ, നിങ്ങളുടെ ടി വിക്കകത്തൂടെ, നിങ്ങളുടെ മുറിക്കകത്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പിമ്പിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ആത്മ സാന്നിധ്യമുണ്ട്.
അവര് നിങ്ങൾ കീഴ്പ്പെട്ടാൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ചില നരകവിധികൾ മാറാൻ സാധ്യതയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. അപ്പോ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടോ സമൂഹത്തിൽ മാന്യനായ ഒരു പേര് കൊണ്ടോ കള്ളു കുടിക്കാത്ത കൊണ്ടോ കൊള്ളാം എന്ന് നാട്ടുകാർ പറയുന്നത് കൊണ്ടോ സ്വർഗരാജ്യം ലഭ്യമാകത്തില്ല. അപ്പൊ ഒന്ന്, നിത്യജീവന് ഫിനാൻസ് ആവശ്യമില്ല. രണ്ട്, നിത്യജീവൻ ലഭ്യമാകാൻ സോഷ്യൽ സ്റ്റാറ്റസോ സമൂഹത്തിലെ നല്ല പേരോ പര്യാപ്തമല്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ സമയം തീരും. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 9. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ നിങ്ങൾ തുനിയരുത്. എന്ന് പറഞ്ഞാൽ കുടുംബ മഹിമ കൊണ്ടും സ്വർഗരാജ്യം കിട്ടത്തില്ലെന്ന. ഈ കല്ലുകളിൽ നിന്ന് ഞാൻ അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ അബ്രഹാമിന്റെ പിതാവാണ്, അബ്രഹാമിന്റെ കുടുംബത്തിലാണ്, എന്റെ പിതാവാണ് അബ്രഹാം. അതെന്ന് വെച്ചാൽ ഞങ്ങൾ പാരമ്പര്യമായി ഇന്ന സൗകര്യങ്ങളും ഇന്ന കുടുംബത്തിലും ജീവിച്ചവരാണെന്നും ഉള്ളവരാണെന്നും പറയുന്നത് കുടുംബ മഹിമ കൊണ്ട് സ്വർഗരാജ്യം കിട്ടത്തില്ലെന്നാണ് ഇന്ന് ഈ രാത്രിയിലേക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്തോത്രം. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിലോട്ട് മറ്റൊരാളെ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി തമ്പുരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ആ തലത്തിൽ പ്രാധാന്യമുള്ളവർ അല്ല. സത്യം പറഞ്ഞാല് നല്ല കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് അഭിമാനകരമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു അപ്പൻ, നല്ല വിദ്യാഭ്യാസമുള്ള അമ്മ, സമ്പത്തുള്ള കുടുംബം, അവിടെയൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമുള്ള കാര്യമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് അത് പറ്റിയിട്ടില്ല. പക്ഷേ ആ കുടുംബത്തിൽ ജനിച്ചു എന്നത് നിന്റെ നരകവിധിക്ക് കാരണമായി മാറിയാലോ? ഇപ്പോ അരിമത്തിലെ യോസഫിനേക്കാൾ എനിക്കിഷ്ടം മുക്കുവനായ പത്രോസിനെയാണ്. അരിമത്തിലെ യോസഫിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് പുള്ളിക്കാരന് കിട്ടിയത് ചത്ത യേശുവിനെയാണ്. അതേസമയം ഒരു പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനില്ലാത്ത മുക്കുവക്കുടിയിൽ ജനിച്ച പത്രോസിനെ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായെന്നുള്ളതാണ്. ഇപ്പൊ സ്വർഗീയ വാല്യൂ, ദൈവത്തിന്റെ കണക്കെടുപ്പിൽ അരിമത്തിലെ യോസഫിനേക്കാൾ തമ്പുരാൻ വാല്യൂ കൊടുക്കുന്നത് വാടാ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ പടകും വലയും ഇട്ടേച്ചു വന്ന ആ സാധു ആയിരിക്കും. ദൈവത്തിന്റെ കൺമുമ്പിൽ മുഖപക്ഷമില്ല. അതാ പത്രോസ് പറയുന്നത്, മുഖം നോക്കാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സണ്ണീന്നോ, അവിടെ ബീനാൻഡിന്നോ, അവിടെ അനൂപെന്നോ, അവിടെ ജിമ്മെന്നോ, അവിടെ ഏലപ്പാറയെന്നോ, അവിടെ അജിത്തെന്നോ, അവിടെ അവിടെ ഒന്നും ഇല്ല. അവിടെ ഒന്നും മുഖം നോക്കത്തില്ല. ഇവിടെയാണ് മുഖം നോക്കുന്നത്. അവിടെ ആ സിസ്റ്റം ഇല്ല. ക്രൈറ്റീരിയ നീ ഫില്ല് ചെയ്യുന്നുണ്ടോ? യെസ്, നീ അകത്തോട്ട് പോകാം. നീ ഫില്ല് ചെയ്യുന്നില്ലേ, ഔട്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു കൺസിഡറേഷൻ ആ രാജ്യത്തില്ല. ഒരാളോട് അത് കൊടുത്തു പോയാൽ മറ്റുള്ളവരോടൊക്കെ ആ കൺസിഡറേഷൻ കൊടുത്തു പോകേണ്ടി വരും. അങ്ങനെ സ്വർഗം മലിനമാകാനിടയാകും. ഇല്ല, സ്വർഗം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ മലിനമാണെങ്കിൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠമായൊരു സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുവെക്കാൻ ഒരു കൺസിഡറേഷനും തമ്പുരാൻ ചെയ്യത്തില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? പണ്ട് കാലത്തെ പിതാക്കന്മാർ നിത്യത ഉറപ്പിച്ചവരായിരുന്നു. ഭോഷനാണെന്ന് തോന്നും, വിദ്യാഭ്യാസത്തിന്റെ ബാഹുല്യത്താൽ പൗലോസേ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറയത്തക്ക നിലയിൽ വിദ്യാഭ്യാസം പ്രാപിച്ച മനുഷ്യൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭോഷന്മാരായി, ഞങ്ങൾ നിങ്ങൾ നിമിത്തം ഭോഷന്മാരായി. പക്ഷേ ഭോഷനാണെന്ന് സ്വയം പ്രസന്റ് ചെയ്ത മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ നീതിയുടെ കിരീടം ഉറപ്പിച്ചു. നല്ല ഉറപ്പ് വരുത്തി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എനിക്ക് നീതിയുടെ കിരീടമുണ്ടെന്ന് ആ മനുഷ്യൻ ആ രാജ്യവും അവിടുത്തെ കിരീടവും ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര് നമുക്ക് വിശുദ്ധ ബൈബിളിനകത്ത് കാണാൻ പറ്റും. ഈ ലോകത്തിന്റെ ചിന്തകളൊന്നും അകത്ത് ഭരിക്കാതെ അല്ലെ അതിനെ വിശ്വാസത്താൽ ഓവർകം ചെയ്ത് നിത്യരാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഭക്തന്മാരായിട്ടുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് ലോകം കൊടുത്ത പേരുകൾ ഒരുപക്ഷെ ഭോഷനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ ഭോഷന്മാരല്ല എന്നുള്ളത് ജീവിതം കൊണ്ട് അവർ തെളിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാമും അതിന് സാക്ഷികളായി മാറും. എൻ്റെ വാത്സല്യമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കൊച്ചു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തിൻ്റെ എല്ലാം ഒഴിഞ്ഞു പോകും. 3 പുസ്തകം എഴുതിയിട്ടുണ്ട് ശലോമോൻ. 1 ഉത്തമഗീതം, 2 ആമേൻ സദൃശവാക്യം, 3 സഭാപ്രസംഗി. ഉത്തമഗീതത്തിൽ പ്രിയേ 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 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആൾ കുറെ കഴിഞ്ഞപ്പോൾ വാക്കുകൾ മാറ്റിയിട്ട് പറഞ്ഞു, എനിക്ക് അറിയാത്ത 4 കാര്യമുണ്ട്. ജ്ഞാനിയിൽ ജ്ഞാനി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, ഇല്ല, എനിക്ക് അറിയാത്ത 4 കാര്യങ്ങൾ. അതെന്താ 4 കാര്യങ്ങൾ? 1, ആകാശത്തിൽ പറവയുടെ വഴി, ഐ ഡോണ്ട് നോ. പാറമേൽ സർപ്പത്തിന്റെ വഴി, ഐ ഡോണ്ട് നോ. പുരുഷന്റെ കന്യകയുടെ പുറകെ പുരുഷന്റെ വഴി, എനിക്ക് അറിയത്തില്ല. സമുദ്രത്തിൽ കപ്പലിന്റെ വഴി, ഐ ഡോണ്ട് നോ. പ്രിയേ പ്രിയേ എന്ന് വിളിച്ചവന്റെ 2ാമത്തെ പുസ്തകം കണ്ടോ? വാക്കുകൾക്ക് മാറ്റം എന്നുള്ള അയാൾ പറയാണ്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഒന്നറിയാം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. വാക്കുകൾക്ക് മാറ്റം വന്നു. അയാൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് സഭാപ്രസംഗി. അതിനകത്ത് അയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, ഹാ മായ, സകലവും മായ, സകലവും മായ. ഈ സകലതും മായയാണെന്ന് മനസ്സിലാക്കിയപ്പോ പ്രായം 95ആയി. നിങ്ങൾക്കറിയാമോ, 95 വയസ്സുള്ള ആൾക്കാർക്ക് ഇപ്പൊ കോഴഞ്ചേരിയിലെ വസ്തുവിന്റെ വില കേൾക്കണ്ട. സ്തോത്രം. പച്ച ഇപ്പോ MC റോഡിന്റെ സൈഡിൽ 50,000 രൂപയ്ക്ക് സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ 95 ഇയേഴ്സ് പ്രായമുള്ള ആൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വെപ്രാളവും വരത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ആകെ അനുവദിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ആ ബെഡ്റൂമും ബാത്റൂമും മാത്രമാണ്. അദ്ദേഹം കാശ് മുടക്കി പണിത് വീടാണെങ്കിലും ആ ബെഡ്റൂമിന് പുറത്തിറങ്ങാൻ മക്കൾ അനുവദിച്ചിട്ടില്ല. പ്രായം കൂടുന്തോറും അവയവങ്ങളുടെ കൺട്രോൾ പോകും. കണ്ണ് കാഴ്ച മങ്ങും. സ്തോത്രം. അസ്ഥിക്ക് ബലക്ഷയം ഉണ്ടാകും. അവയവങ്ങൾ പലതും സ്ഥിരമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ കൺട്രോൾ പോകുമ്പോൾ ചിലപ്പോൾ മോഷൻ പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വായിൽ നിന്ന് ഉമിനീര് വരാൻ സാധ്യതയുണ്ട്. പിള്ളേർ വഴക്ക് പറയും. അതുകൊണ്ട് പറഞ്ഞു, നോ, ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്. 95 വയസ്സുണ്ട് അദ്ദേഹത്തിന്. മനസ്സിലായി, ഓടി തിമർത്ത് ഞാൻ ഉണ്ടാക്കിയത് ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവയല്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അയാളത് പറഞ്ഞപ്പോ പ്രായം ഒത്തിരിയായി, 95 ഏകദേശം. അപ്പോഴാ പറയുന്ന എല്ലാം മായ. ചില കാര്യങ്ങൾ നാം റെക്കഗ്നൈസ് ചെയ്യും, വളരെ വൈകും, അന്ന് ഖേദിക്കും, അന്ന് ദുഃഖിക്കും. അതിനിട വരാതെ ഇന്ന് രാത്രി കർത്താവേ, എന്നെ ഞാൻ ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഈ ഭൂമി എൻ്റെ സ്വന്തമല്ലെന്ന് എനിക്കറിയാം, ഇതിനപ്പുറത്തൊരു രാജ്യമുണ്ടെന്നും എനിക്കറിയാം. ആ സ്വർഗരാജ്യത്തിൽ ചെന്ന് കയറാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഉണ്ടാകേണ്ടത് അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി പറയാൻ നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒരു നിമിഷം ആ കണ്ണുകൾ ഒന്നടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുന്ന പ്രസംഗമായി നിങ്ങൾക്ക് ഇത് തള്ളിക്കളയാം. സ്തോത്രം. ഒരു വിസിറ്റിംഗ് പാസിന്റെ ആലോചനയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തള്ളിക്കളയാം. എന്നാൽ ഇത് ദൈവാലോചനയാണെന്ന് മനസ്സിലാക്കി ദൈവമുമ്പാകെ സമർപ്പിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഒരുമിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നൽകിയ നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമല്ല, ഞങ്ങൾ തിരിച്ചറിയുന്നു. നിത്യരാജ്യത്തിനായി ഞങ്ങളെ ഒരുക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. സന്നിച്ചാൻ ഉൾപ്പെടെയുള്ള റിജോയ്സ് മിനിസ്ട്രീസിലെ സകലരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് താമസിക്കുന്ന നാളെ വൈകിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച മോർണിംഗ് 3 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. യാത്രയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. 2 അവസരങ്ങൾ നൽകി തന്നതിൽ ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.